മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട അതുല്യ കലാകാരന്മാരിൽ ഒരാളായിരുന്നു കൊച്ചിൻ ഹനീഫ, നമ്മുടെ സ്വന്തം ഹനീഫക്ക. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഓരോ മലയാളികൾക്കായി ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നു. JP ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മലയാളികളുടെ സ്വന്തം കൊച്ചിൻ ഹനീഫക്കയുടെ വീട്ടിലേക്കാണ്. കൊച്ചിൻ ഹനീഫ ഇന്ത്യൻ നടനും ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു. 1970-കളിൽ പ്രധാനമായും വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചത്. മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ ഹാസ്യ നടന്മാരിൽ ഒരാളായി മലയാളത്തിലും തമിഴിലുമായി 300-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ആൺകിളിയുടെ താരാട്ട്, വാത്സല്യം എന്നീ ചിത്രങ്ങളിലൂടെയാണ്. കൊച്ചി വെളുത്തെടുത്ത് തറവാട്ടിൽ മുഹമ്മദിൻ്റെയും ഹാജിറുടെയും 8 മക്കളിൽ രണ്ടാമനായി ജനിച്ചു. കൊച്ചി സെന്റ് അഗസ്റ്റിൻ സ്കൂൾ, സെന്റ് ആൽബർട്ട്സ് കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച് കൊമേഴ്സിൽ ബിരുദം നേടി. 1972-ൽ വിജയൻ സംവിധാനം ചെയ്ത അഴിമുഖം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം മലയാളത്തിൽ 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. രജനീകാന്തിനൊപ്പം എന്തിരൻ തുടങ്ങിയ ജനപ്രിയ സിനിമകൾ ഉൾപ്പെടെ 80-ലധികം തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു. മാന്നാർ മത്തായി സ്പീക്കിംഗ്, ദേവാസുരം, കിരീടം, ചെങ്കോൽ, പഞ്ചാബി ഹൗസ്, സ്വപ്നക്കൂട്, പുലിവാൽ കല്യാണം, മീശവാധവൻ, CD മൂസ, തിളക്കം തുടങ്ങിയ നിരവധി മലയാള സിനിമകളിൽ ഹനീഫക്ക അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മദ്രാസ പട്ടണം, എന്തിരൻ എന്നിവയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച തമിഴ് ചിത്രങ്ങൾ. 2010-ൽ പുറത്തിറങ്ങിയ ബോഡിഗാർഡായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന മലയാള ചിത്രം. വില്ലൻ വേഷങ്ങളിലൂടെയാണ് തുടങ്ങിയതെങ്കിലും ഹാസ്യ കഥാപാത്രങ്ങളിലേക്കാണ് അദ്ദേഹം മാറിയത്. സപ്പോർട്ടിംഗ് ക്യാരക്ടർ റോളുകളും അദ്ദേഹം മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. കിരീടത്തിൽ അദ്ദേഹം ഹൈദരോസ് എന്ന തമാശക്കാരനായ റൗഡിയുടെ വേഷം ചെയ്തു. മാന്നാർ മത്തായി എന്ന ചിത്രത്തിലാണ് ഹാസ്യ നടൻ എന്ന നിലയിൽ അദ്ദേഹം ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത്. അവിടെ അദ്ദേഹം എൽദോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. 2003-ലാണ് ഹനീഫക്ക തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തിളക്കത്തിൽ ഭാസ്കരൻ എന്ന ലോക്കൽ റൗഡിയും കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ കലന്തർ ഹാജിയായി വേഷമിട്ടു. ഹനീഫക്കയുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നാണ് CD മൂസ എന്ന കോമഡി സിനിമ. അവിടെ അദ്ദേഹം വിക്രമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഏകദേശം കൊച്ചിൻ ഹനീഫ സാറിൻ്റെ വീടെത്താറായി. ഈ റോഡിൻ്റെ പേരാണ് CP ഉമ്മർ റോഡ്. നമ്മളങ്ങനെ കൊച്ചിൻ ഹനീഫക്കയുടെ വീടെത്തി. ഇവിടെയാണ് അദ്ദേഹം കലാജീവിതം തുടങ്ങിയത്. ഈ വീട്ടിൽ നിന്നാണ്. ഈ വീട് അദ്ദേഹം സിനിമയിൽ വന്ന ശേഷം പണിതൊരു വീടാണ്. ഇതിനു മുമ്പ് ഒരു പഴയ വീടായിരുന്നു അവിടെ. ഇവർ ജനിച്ചു വളർന്ന് ആ ഒരു തറവാടിനെ അദ്ദേഹം ഒന്നുകൂടെ പുതുക്കി പണിതാണ് ഈ കാണുന്ന വീട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. മലയാള സിനിമയ്ക്ക് ഇന്നും തീരാ നഷ്ടം തന്നെയാണ് ഹനീഫക്കയുടെ വളരെ പെട്ടെന്നുള്ള വിടവാങ്ങൽ. 58-ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ടുണ്ടായിരുന്നത്, മലയാള സിനിമയെ വിട്ടുപോയിട്ടുണ്ടായിരുന്നത്.